لحضرة سيدنا محمد صلى الله عليه وسلم سيدنا علي الخلقان ويوسف بن أصباط رضي الله عنهم. الفاتحة. أستاذنا السيد علي بن أستاذ رضي الله عنه، أستاذنا علي أستاذ رضي الله عنه، أستاذنا محمد سليمان كنلا رضي الله عنه. اللهم إلى حضرة أستاذنا أحمد وشاليتي رضي الله عنه، أستاذنا شهاب الدين سيدنا محمد سليمان سبيل بربر رضي الله عنه، سائر سادات الذين ماتوا في هذا الشهر. الفاتحة رضي الله عنهم. الفاتحة. إني أخاف أن ما يظهر من حسناتنا يكون أضر من سيئاتنا. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു. ഞാൻ ഭാവിക്കുന്നു എനിക്ക് പേടിയാണ് ഈ നന്മകളൊക്കെ നമുക്ക് തിന്മ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാകുമോ നാളെ ആഖിറത്തിൽ വരുമ്പോൾ. വലിയ മഹാന്മാർ അങ്ങനെ ചിന്തിക്കാം. നമ്മളാണെങ്കിൽ 10 രൂപ അങ്ങനെ കൊടുത്താകുമ്പോൾ നോട്ടീസ് വരുമെന്നില്ലേ, പിന്നെ ആ ഭാഗത്തേക്ക് തിരിയില്ല. വിളിച്ചു പറഞ്ഞില്ലേ അങ്ങോട്ട് കൊടുക്കില്ല. ഗ്രൂപ്പിൽ പറഞ്ഞില്ലേ പിന്നെ ആ ഭാഗത്തേക്ക് തിരിയില്ല. 10 രൂപ ഒരാൾക്ക് കൊടുത്താൽ 10 പേര് അറിയണം. അതാണ് നമ്മളെയൊക്കെ ഖുലുഖ്. അവർ പറയുന്നത് എന്താ പറയാ, പടച്ചോനെ ഈ നന്മകളൊക്കെ ചെയ്യുന്നെങ്കിലും തിന്മ ചെയ്യുന്നതിനേക്കാളും നന്മ ചെയ്യുന്നതിൽ പേടിക്കുന്നു. അപ്പോൾ അതിൻ്റെ മാനേതാണ്. അതിൻ്റെ ആശയം നന്മകൾ ചെയ്യുന്നത് റിയാഇന് വേണ്ടിയാകരുത്, ലോകമാന്യതയ്ക്ക് വേണ്ടിയാകരുത്, 10 പേര് കാണാനാകരുത്, അറിയാനാകരുത് എന്ന്. അങ്ങനായ നാളെ ആഖിറത്തിൽ വരുമ്പോൾ അവർ മറ്റവരറിയാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തേ, അവരായി പോയി പ്രതിഫലം മേടിച്ചോന്ന് പറയും. അതിന് ഇവർക്കുള്ള ഭാഷയിൽ അവർ പറയും ഷിർക്കുൻ ഖഫിയ്യുൻ, ഗോപ്യമായ വെളിവാകാത്ത ബഹുദൈവാരാധന എന്നവർ പറയുക. അല്ലാഹുത്താല തന്ന മാല്, അവൻ തോന്നിപ്പിച്ച മനസ്സ്, എന്തായാലും എനിക്ക് അല്ലാഹു മുതല് തന്ന് ഞാൻ കൊടുത്തു, പടച്ചോൻ ഏത് നീ സ്വീകരിക്കണേ അല്ലാ എന്നൊരു ബോധം നമുക്കുണ്ടാവോ? അതാണ് അതിനകത്തുള്ള വിഷയം. അപ്പൊ അവര് പറയുന്നത് അതാണ്. ഓതിയാലും അങ്ങനെ തന്നെ, ഓതിയാലും പഠിച്ചാലും എല്ലാം. ദർസ് ചെയ്താലും അങ്ങനെ തന്നെ. ഇപ്പൊ ദർസിനെ മാറ്റിയെന്ന് നിർത്തണ്ട. ഇതൊക്കെ റിയാന് വേണ്ടിയിട്ടായ പ്രശ്നം തന്നെയാണ്. അതാണ് അതിന്റെ ഉദ്ദേശാർത്ഥം എന്നെ പറഞ്ഞുതരും അതിന്റെ ആള്. മുറാദു അന്നൽ ഹസനത്തെ ഇദാലം തക്കുൻ ലില്ലാ, അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല എങ്കിൽ ഫലാ തൻഫഉ, അത് പ്രയോജനം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, ബൽ തദുറു, അത് ദ്രോഹമാവുകയേ ചെയ്യുകയുള്ളൂ. കസയ്യത്തി, ദോഷം ചെയ്യുന്നത് പോലെ, ബൽ തക്കൂന് അളറ മിന്ന, ദോഷത്തിനേക്കാളും. ദോഷം അസ്തഗ്ഫിറുല്ലാഹ് പറയലുകൊണ്ട് പൊരുത്തപ്പെടും, ഖേദിച്ചു മുടങ്ങലുണ്ട്. ഇത് വലിയ പാടല്ലേ. ഇത് ഞാൻ രുചിപാണ്, ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ് അടക്കിയല്ലേ. അപ്പൊ എന്നെ ആരും കുറ്റം പറയാൻ പാടില്ല, ഞാൻ ചെയ്യുന്നത് 10 പേര് അറിയണം. അങ്ങനെയൊക്കെ നടന്നാൽ പിന്നെ അതൊന്നും മാറിപ്പോവില്ല പെട്ടെന്ന്. എന്നെ റിയാ ശിർക്കുൻ ഖഫിയ്യുൻ ഫയഫൂഹു മിനൽ അമൽ ബിർറിയാ, ലോകമാന്യതയോടുകൂടെയുള്ള അമലിൽ നിന്നും അടിച്ചു വീശും. റായിഹത്തു ശിർക്ക്, ഷിർക്കിന്റെ വാസന. ബി ഖിലാഫി സയ്യിഅ മഅൽ ലിസ്ന, ഒരു മുസ്ലിമായവൻ തെറ്റ് ചെയ്യുന്നതിൽ അത് വരത്തില്ല. ഇന്ന സാഹിബഹ, തെറ്റ് ചെയ്യുന്ന ആളിന് ഒരുപാട് ഉദറുണ്ടാകും. യകൂനു മുഅ്തദിറൻ ഇലല്ലാഹ് ഖായിഫൻ മിൻഹു. ഇതല്ലല്ലോ, അതൊന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെ എല്ലാം, എന്റെ കഴിവെല്ലാം, അങ്ങനെയൊന്നും ശരിയാവില്ല. മൻ യകൂനു ദീനാർ വദിർഹം ഇൻദഹു അഅ്ളമ മിൻ ഉമൂരിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിനേക്കാൾ ഏറ്റവും അഅ്ളമ ദീനാറും ദുനിയാവും ദിർഹമായി. മക്കളൊക്കെ ദീനി വിദ്യാഭ്യാസം പഠിക്കാതെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു വിട്ട് അവർ തോന്നിയെന്ന സാമം പിന്നെ ദ്വാരക്കാൻ വരില്ല, പിന്നെ അടുത്ത പണി. ആ ദീനാറും ആ ദിർഹമും കൊണ്ട് ആ മക്കളെ ദീനിയായ എല്ലാ ചട്ടക്കൂട്ടിനും വളർത്തിയെടുത്താലോ ഭയങ്കര കൂലിട്ടു. അപ്പൊ കൈഫ യകൂനു റാജിയൻ മിനല്ലാഹി ഫീ ദീനിഹി വ ദുനിയാ, ദുനിയാവാണ്, ദിർഹമാണ്, ദീനാറാണ്. എല്ലാവരും ചിന്തയതാ മക്കൾ പിന്നെന്താ ഭാവി ഇല്ലാതായി പോന്നു. മക്കൾ മുത്തഖീങ്ങളായാലും അള്ളാഹു ഏറ്റെടുത്തില്ല, പിന്നെന്തിനാ ഭാവി ഇല്ലാതാവുന്നത്? മക്കളെ പറ്റി ചിന്തിക്കണമെന്നല്ല, ചിന്തിക്കല് ദുനിയാവിനോട് കൂടി ചിന്തിക്കാതെ ആഖിറം
വെളിച്ചമാകട്ടെ മക്കളെ കൊണ്ടെന്ന ബോധത്തോടുകൂടി എല്ലാം ചെയ്യാന്നതിന് മാനേ ഉള്ളൂ.